Good afternoon, children. How are you? I hope all of you are fine. Okay. Today we shall start our GK class. Our lesson's name is Animal Superlatives. Superlative means the most. In this lesson, we have studied that specialty of animals. Okay, which are the specialties? Identify the animals. Okay, എന്താണ് വളരെ പ്രത്യേകതകളുള്ള കുറച്ച് ജീവികളെ കുറിച്ചാണ് ഈ ലെസണിൽ നമുക്ക് പഠിക്കാനുള്ളത്. What's the specialty? Okay, let's start. Which animal is this? Which animal is this? This is cheetah. Play cheetah. ചീറ്റപ്പുലി. ചീറ്റപ്പുലിൻ്റെ പ്രത്യേകത എന്താണ്? The fastest animal. The fastest animal is cheetah. കരയിൽ ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കാൻ കഴിവുള്ള ജീവിയാണ്, അതും മാർജാര വർഗത്തിൽപ്പെട്ട മൃഗമാണ് ചീറ്റപ്പുലി. നായ്ക്കളെ പോലെ പരിശീലിപ്പിച്ചെടുത്താൽ അതുപോലെ പരിശീലിപ്പിച്ചെടുക്കാൻ കഴിയുന്നതാണ് ചീറ്റപ്പുലി. അതുകൊണ്ട് ഇതിനെ വേട്ടപ്പുലി എന്നും വിളിക്കാറുണ്ട്. നായ്ക്കളെ പോലെ പരിശീലിപ്പിച്ചെടുപ്പിച്ചിട്ട് വേട്ടയ്ക്ക് നായാട്ടിന് പോകുമ്പോൾ കൊണ്ടുപോകാറുണ്ട് എന്ന് പറയുന്നു. അതുകൊണ്ട് ഇതിനെ വേട്ടപ്പുലി എന്നും വിളിക്കാറുണ്ട്. മണിക്കൂറിൽ 100-130 കിലോമീറ്റർ വേഗത്തിൽ 500 കിലോമീറ്റർ വരെ ഓടാനായിട്ട് ഈ മൃഗത്തിന് സാധിക്കും. ഇന്ത്യയിൽ വംശനാശം നേരിടുന്ന ജീവിയാണ് ഈ ചീറ്റപ്പുലി. ഇന്ത്യ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ചീറ്റപ്പുലിയെ കാണാം. സംസ്കൃതത്തിലെ ചിത്ര പടം അലങ്കരിക്കാനുള്ളത് അത്ഭുതകരം എന്നൊക്കെ അർത്ഥം വരുന്ന ചിത്ര എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ചീറ്റ എന്ന പേര് ഉണ്ടായതെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ചീറ്റപ്പുലി. വാട്ട്സ് എ സ്പെഷ്യാലിറ്റി? The fastest animal. The fastest animal is cheetah. Okay, don't forget it. The fastest animal is cheetah. Cheetah is the fastest animal. Okay, cheetah is the fastest animal. Which is the fastest animal? Cheetah. Isn't it? Okay. Then what is this? Which picture is this? This is the fastest flying bird. The fastest flying bird is peregrine falcon. What's the name of this bird? This bird is peregrine falcon, the fastest flying bird. പ്രാപ്പിടിയൻ പക്ഷി, അനറാഞ്ചി പക്ഷി എന്നൊക്കെ പറയില്ലേ, പ്രാപ്പിടിയൻ പക്ഷി, ഇരപിടിയൻ പക്ഷി എന്നൊക്കെ പറയും. ലോകത്തിലെ ഏറ്റവും വേഗതയുള്ള ജീവി. 47-55 സെൻറ്റിമീറ്റർ ആണ് അത്ര വലിപ്പം. മണിക്കൂറിൽ 389 കിലോമീറ്റർ വരെ വേഗതയിൽ പറക്കാനാകും ഈ പക്ഷിക്ക്. ഏതാണ്ട് 1 കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് കരയിലുള്ള വസ്തുക്കളെ വേർതിരിച്ചറിയാൻ ഇവയ്ക്ക് കഴിയും. പ്രാവുകൾ, മറ്റു പക്ഷികൾ എന്നിവയെ ആകാശത്തു നിന്ന് തന്നെ റാഞ്ചി പിടിച്ചാണ് ഇവ ആഹാരമാക്കുന്നത്. അതുകൊണ്ട് ഇതിനെ പ്രാപ്പിടിയൻ പക്ഷി എന്നും വിളിക്കും. വാട്ട്സ് ദ സ്പെഷ്യാലിറ്റി ഓഫ് പെരിഗ്രീൻ ഫാൽക്കൺ? Peregrine falcon is the fastest flying bird. Okay, which is the fastest flying bird? That is peregrine falcon. Peregrine falcon. Very much.
peregrine falcon. Specialty is the fastest flying bird. Which bird is this? This is bee hummingbird. Bee hummingbird. What's the specialty? The smallest bird. The smallest bird is fastest bird. The smallest bird is bee hummingbird. സ്മോളസ്റ്റ് ബേർഡ്, ഏറ്റവും ചെറിയ പക്ഷി. കുരുവി അല്ലേ? ലോകത്തിലെ ഏറ്റവും ചെറിയ പക്ഷികളുടെ കുടുംബമാണ് ഹമ്മിങ് ബേർഡ് ഫാമിലി. പക്ഷികളിൽ പിന്നോട്ട് പറക്കാൻ കഴിവുള്ളവയാണ് ഈ പക്ഷി. പിന്നോട്ട് പറക്കാൻ കഴിവുള്ള ഏക ഇനവും ഏതാണ്? ഹമ്മിങ് ബേർഡ്. 2016 ഇവയെക്കുറിച്ച് 212 ചിത്രീകരണങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ബുക്ക് ഇറക്കിയിട്ടുണ്ട്. ജോൺ സി ആർവിൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഹമ്മിങ് ബേർഡ്സിനെ കുറിച്ച് ഈ ബുക്ക് ഇറക്കിയിരിക്കുന്നത്. ഐക്യനാടുകളിലെ ഗോർഗസ് സയൻസ് ഫൗണ്ടേഷനും ഇന്ത്യയിലെ ഫെലിസ് ക്രിയേഷനും ചേർന്നാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ആരെക്കുറിച്ചാണ്? ഹമ്മിങ് ബേർഡ്സ്. ഹമ്മിങ് ബേർഡ്സിനെ കുറിച്ചൊരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. പക്ഷേ സ്പെഷ്യാലിറ്റി ദി സ്മോളസ്റ്റ് ബേർഡ് അല്ലേ? ഒരു കൊക്ക് കണ്ടില്ലേ അല്ലേ? കൊക്കിൻ്റെ പ്രത്യേകത എന്താണ്? പൂക്കളിൽ നിന്ന് തേൻ കുടിക്കാൻ അല്ലേ? പൂക്കളുടെ ഉള്ളിലേക്കിട്ട് തേൻ കുടിക്കാൻ പാകത്തിലുള്ള നീണ്ട കൊക്കാണ്. ഓക്കെ, ഇതാണ് സ്മോളസ്റ്റ് ബേർഡ്, ഏറ്റവും ചെറിയ പക്ഷി. ദാറ്റ് ഈസ് ഹമ്മിങ് ബേർഡ്, സ്മോളസ്റ്റ് ബേർഡ്. ഓക്കെ, then which bird is this? Yes, ostrich. There, ostrich. What specialty of ostrich? Ostrich is the largest bird. Orchis is the largest bird. ലോകത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വലിയ പക്ഷിയാണ് ആര്? ഓസ്ട്രിച്ച്. പൂർണ്ണ വളർച്ചയെത്തിയ ഒട്ടക പക്ഷിക്ക് 2 മീറ്ററിലേറെ ഉയരവും 93 മുതൽ 130 കിലോഗ്രാം വരെ ഭാരമുണ്ടായിരിക്കും. ഇവയുടെ 2 വിരലുകൾ മാത്രമുള്ള കാലിൽ രോമങ്ങൾ ഉണ്ടാകാറില്ല. മണിക്കൂറിൽ 70 കിലോമീറ്റർ വരെ വേഗത്തിൽ ഇവ ഓടും, പക്ഷേ പറക്കാൻ കഴിയില്ല. ദൂരക്കാഴ്ചയ്ക്ക് അപാരമാണ്. ആയുസ് 75 വർഷം. ഏറ്റവും വലിയ കണ്ണാണ് ഇവയ്ക്കുള്ളത്. കരയിൽ ജീവിക്കുന്ന ജീവികളിൽ ഏറ്റവും വലിയ പക്ഷിയാണ് ഏത്? ഓസ്ട്രിച്ച് അല്ലേ? ഒട്ടകപ്പക്ഷി. ഒട്ടകത്തിൻ്റെ പോലെ തന്നെ നോക്കൂ കഴുത്തിൻ്റെ പ്രത്യേകത അല്ലേ? അതുകൊണ്ടാണ് ഒട്ടകത്തിനോട് സാമ്യമുള്ള ശരീരപ്രകൃതി ആയതുകൊണ്ടാണ് ഒട്ടകപ്പക്ഷി എന്ന് വിളിക്കുന്നത്. സ്പെഷ്യാലിറ്റീസ് ദി ലാർജസ്റ്റ് റണ്ണിങ് ബേർഡ്. ഓട്ടക്കാരൻ പക്ഷിയാണ് അല്ലേ? ദൂരത്തേക്ക് കാണാൻ നല്ല കാഴ്ച എന്നാണ് പറയുന്നത്. കാഴ്ചയ്ക്ക് നല്ല അപാര കഴിവാന്നാണ് പറയുന്നത്. ഓക്കെ, ദി ലാർജസ്റ്റ് റണ്ണിങ് ബേർഡ് ഈസ് ഓസ്ട്രിച്ച്. ഒട്ടകപ്പക്ഷി. ഒട്ടകപ്പക്ഷി നാടകമെന്നറിയില്ലേ? ആകെ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഒട്ടകപ്പക്ഷി സ്പെഷ്യാലിറ്റി എന്താണ്? ദി ലാർജസ്റ്റ് ബേർഡ്, ലാർജസ്റ്റ് റണ്ണിങ് ബേർഡ്. ഓക്കെ, then what is this? Then this എന്താണ്? യെസ്, ഫയർഫ്ലൈ. എന്താണ്? ഫയർഫ്ലൈ, മിന്നാമിനുങ്ങ് അല്ലേ? ലൈറ്റ്നിങ് ബഗ് എന്ന് വിളിക്കും. ലൈറ്റ്നിങ് ബഗ് പ്രാണി കുടുംബത്തിലെ ചെറിയ പ്രാണിയാണ്, ഏറ്റവും ചെറിയ പ്രാണിയാണ് പ്രാണി കുടുംബത്തിലത്തെ. ഇണകളെയും ഇരകളെയും ആകർഷിക്കാനാണ് ഇവ ഈ വെളിച്ചം ഉപയോഗിക്കുന്നത്. എന്തിനാണ് ഇവർ വെളിച്ചം ഉപയോഗിക്കുന്നത്? ഇണകളെയും ഇരകളെയും ആകർഷിക്കാൻ വേണ്ടിയാണ്. പച്ച വെളിച്ചാണ് കൂടുതലായിട്ടും ഇവ പുറത്ത് വിടുന്നത്. ആണിൻ്റെ തലയിൽ, മിന്നാമിനുങ്ങിൻ്റെ തലയിൽ വലിയ 2 കണ്ണുകളും കൊമ്പ് പോലുള്ള സ്പർശിനി ഉണ്ട്. ലൂസിഫറിൻ എന്ന രാസവസ്തു ഓക്സിജനുമായി സംയോജിച്ചാണ് ഈ നിറം ഉണ്ടാവുന്നതാണ് പറയുന്നത്. ഇത് ആൺമിന്നാമിനുകളും പെൺമിന്നാമിനുകളും വെവ്വേറെ നിറങ്ങളാണ്.
വെവ്വേറെ നിറങ്ങളാണ് ഇവയിൽ തോന്നുന്നത്. എന്താണ് അത്? ഓക്സിജനുമായിട്ട് ഇവരുടെ ശരീരത്തിലുള്ള ഓക്സിജനുമായിട്ട് ആ വസ്തു സംയോജിക്കുമ്പോഴാണ് നമുക്ക് കളറുകളായിട്ട് തോന്നുന്നത്. ഓക്കെ. ലൂസിഫറിൻ എന്ന രാസവസ്തുവാണ് ഇത് കത്തുന്ന പോലെ നമുക്ക് തോന്നുന്നു, കത്താനായിട്ട് സഹായിക്കുന്നത്. ഓക്കെ അല്ലേ? മിന്നാമിനുങ്ങ്, ഫയർഫ്ലൈ, ലൈറ്റ്നിങ് ബഗ് എന്ന് വിളിക്കുന്നു. എപ്പോഴും വെളിച്ചം അല്ലേ? മിന്നാമിനുങ്ങ് അല്ലേ? രാത്രിയിലാണ് ഇഷ്ടം പോലെ കാണുന്നുണ്ടതാണ്. ഓക്കെ. എന്താണ് പ്രത്യേകത? മിന്നാമിനിൻ്റെ പ്രത്യേകത എന്താണ്? എന്താണ് പറഞ്ഞില്ലല്ലോ അല്ലേ? എന്താ പ്രത്യേകത? ദി സ്മോളസ്റ്റ് ഇൻസെക്റ്റാണ്, ഏറ്റവും ചെറിയ പ്രാണിയാണ്. സ്മോളസ്റ്റ് ഇൻസെക്റ്റ് ഈസ് ഫയർഫ്ലൈ. എന്ന പ്രത്യേകത സ്മോളസ്റ്റ് ഇൻസെക്റ്റാണ്, ഏറ്റവും ചെറിയ പ്രാണിയാണ്. വാട്ട് ഈസ് ദീസ്? ദിസ് ഈസ് ബ്ലൂ വെയിൽ. ഇതാണ് ബ്ലൂ വെയിൽ. എന്താ പ്രത്യേകത? ബ്ലൂ വെയിലിൻ്റെ സ്പെഷ്യാലിറ്റി ദി ലാർജസ്റ്റ് അനിമൽ ഓൺ എർത്ത്. വളരെ സ്പെഷ്യാലിറ്റി ദി ലാർജസ്റ്റ് അനിമൽ ഓൺ എർത്ത് അല്ലേ? ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയാണ് ഇത്, ബ്ലൂ വെയിൽ. ഓക്കെ. ഭൂമുഖത്തെ ഏറ്റവും വലിയ ജീവിയാണ് ഈ കടലിൽ ജീവിക്കുന്ന സസ്തനിയായ നീലത്തിമിംഗലം. എന്താ സസ്തനി എന്ന് പറയാൻ കാരണം? കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നതിനെയാണ് സസ്തനി എന്ന് പറയുക അല്ലേ? എല്ലാം ഫിഷ് ഇങ്ങനെയാണ്, മത്സ്യങ്ങൾ ഇങ്ങനെയാണ് കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നത്. അല്ല, മുട്ടയിടുകയാണ് ചെയ്യുന്നതല്ലേ? പക്ഷേ ഈ ബ്ലൂ വെയിലുണ്ട്, നീലത്തിമിംഗലം മുട്ടയിടുകയല്ല ചെയ്യുന്നത്, കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയാണ്. അതുകൊണ്ടാണ് സസ്തനി എന്ന് വിളിക്കുന്നത്. 35 മീറ്റർ നീളവും 181 മെട്രിക് ടണ്ണിലധികം ഭാരവും ഉണ്ട് അത്ര ഓരോ അധിക ബ്ലൂ വെയിലിനും, വളർച്ചയെത്തിയ ബ്ലൂ വെയിലിനും. നീല കലർന്ന ചാര നിറമാണ് ഉണ്ടാവുക. നീല കളറാണ് അധികം ഉണ്ടാവുക. അതുകൊണ്ടാണ് ബ്ലൂ വെയിൽ എന്ന് വിളിക്കാനുള്ള കാരണം. ശരീരത്തിനടിയിലേക്ക് വരുംതോറും ആ നീല കുറഞ്ഞിട്ട് ചാര കളറായിട്ട് വരും. അപ്പം നീല കളർ കൊണ്ടുള്ളതുകൊണ്ടാണ് ബ്ലൂ വെയിൽ എന്ന് പറയാൻ ഏറ്റവും അനുയോജ്യമായത്. ഇതിൻ്റെ ഹൃദയമിടിപ്പ് എങ്ങനെയാണ്? മിനിറ്റിൽ 2 തവണ. മിനിറ്റിൽ 2 തവണയാണ് അത്ര ഇതിൻ്റെ ഹൃദയം മിടിക്കും. ചെമ്മീൻ പോലുള്ള പുറന്തോടുള്ള ജീവികളെയാണ് അത്ര ഇഷ്ടം. ഭക്ഷണം എന്താണ്? ചെമ്മീൻ പോലെ പുറന്തോടുള്ള ജീവികളെയാണ് ഇത് പിടിച്ച് തിന്നുക. വെള്ളത്തിന് മുകളിൽ വന്നാൽ മിനിറ്റിൽ 37 തവണ മിടിക്കുത്രേ ഹൃദയമിടിപ്പ്. വെള്ളത്തിലാവുമ്പോൾ മിനിറ്റിൽ 2 തവണ, പക്ഷേ വെള്ളത്തിന് മീതയ്ക്ക് വന്നാൽ മിനിറ്റിൽ 37 തവണ പിടിക്കും. അതാണ് ഇതിൻ്റെ ഹൃദയമിടിപ്പിൻ്റെ പ്രത്യേകത അല്ലേ? അപ്പോൾ കരയിലെ ഭൂമുഖത്തെ ഏറ്റവും വലിയ ജീവി അല്ലേ? ദി ലാർജസ്റ്റ് അനിമൽ ഓൺ ദി എർത്ത് ഈസ് ബ്ലൂ വെയിൽ. ബ്ലൂ വെയിൽ ഈസ് ദ ലാർജസ്റ്റ് അനിമൽ ഓൺ എർത്ത്. മനസ്സിലായോ? അതുകൊണ്ട് ഇതിനെ മീനിൻ്റെ കൂട്ടത്തിലല്ല കേട്ടോ. മീനുകളൊക്കെ മുട്ടയിടല്ലേ ചെയ്യുക അല്ലേ? ഇതെന്താണ് ചെയ്യുന്നത്? കുഞ്ഞുങ്ങളെ പ്രസവിക്കുക ചെയ്തുകൊണ്ടാണ് സസ്തനി എന്ന് വിളിക്കുന്നത്. ഓക്കെ. ഇത് നിങ്ങൾക്കറിയാലോ അല്ലേ? ഇസ് ദീസ് ദെൻ ജിറാഫ് അല്ലേ? ജിറാഫ് ദിനം എന്താണെന്നറിയാമോ? ജിറാഫ് ദിനം ജൂൺ 21 ജിറാഫ് ദിനം. ആഫ്രിക്കയിൽ കാണുന്ന ഇരട്ടക്കുളമ്പുള്ള സസ്തനിയാണ് ജിറാഫ്. ജന്തുവർഗങ്ങളിൽ ഏറ്റവും ഉയരമുള്ളതും അയവിറക്കുന്നവയിൽ ഏറ്റവും വലുതുമാണ് ജിറാഫ് അല്ലേ? ഏറ്റവും ഉയരമുള്ള ജീവിയാണ് ജിറാഫ് അല്ലേ? 25 വയസ്സ് വരെ ആയുസ്സുണ്ട് ജിറാഫിന്. ഏറ്റവും ടോളസ്റ്റ് അനിമലാണല്ലേ? ഇതാണ് ടോളസ്റ്റ് അനിമൽ. ദി ടോളസ്റ്റ് അനിമൽ ഓൺ ലാൻഡ് ഈസ് ജിറാഫ് അല്ലേ? പിന്നെ എത്ര ഭക്ഷണം കഴിക്കുന്നറിയാമോ? 134 കിലോ വരെ ഫുഡ് അകത്താകുത്രേ. അക്കേഷ്യ മരല്ലേ? അക്കേഷ്യ മരം, അക്കേഷ്യ മരത്തിൻ്റെ ആയില ഏറ്റവും ഇഷ്ടം അക്കേഷ്യ മരം എന്നാണ് പറയുന്നത്.
ഇതോ വേഗത 35 മുതൽ 60 വരെ വേഗത ഉണ്ട് കേട്ടോ ഈ ജിറാഫിന്. ജിറാഫാണെങ്കിലോ നിന്നുകൊണ്ടാണ് പ്രസവിക്കുന്നത്. ജിറാഫ് കേട്ടോ, നിന്നുകൊണ്ട് പ്രസവിക്കുന്ന ഒരു ജീവിയാണ്. കണ്ണുകൊണ്ടാണ് അത്ര ജിറാഫ് ആശയവിനിമയം നടത്തുന്നത്. കണ്ണുകൊണ്ട് ശബ്ദമുണ്ടാക്കാതെ, ശബ്ദം ഉണ്ടാക്കാൻ കഴിവില്ല. അപ്പോൾ കണ്ണുകൊണ്ടാണ് ഇത് ആശയവിനിമയം. ഏറെ നേരം കഴുത്ത് താഴ്ത്തി പിടിക്കാനുള്ള കഴിവില്ല. ഏറെ നേരം ഇതിന് ഇങ്ങനെ കഴുത്ത് താഴത്തേക്ക് ആക്കാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ്, കഴുത്തിൻ്റെ നീളം കാരണം രക്തസമ്മർദ്ദം കൂടുതലാണ്. കഴുത്തിൻ്റെ നീളം കാരണം. അപ്പോൾ എന്താണ് പ്രത്യേകത? ദി ടോളസ്റ്റ് അനിമൽ ഓൺ ലാൻഡ്. ജിറാഫ് ഈസ് ദ ടോളസ്റ്റ് അനിമൽ ഓൺ ലാൻഡ്. അപ്പോൾ ഇരട്ട കുളമ്പാണുള്ളത്. ജിറാഫ് ദിനം ജൂൺ 21. ഓക്കെ, ദി ടോളസ്റ്റ് അനിമൽ ഓൺ ലാൻഡ് ഈസ് ജിറാഫ്. ഓക്കെ, ദെൻ which bird is this? Penguin. അല്ലേ, പെൻഗിൻ. ജെൻഡു പെൻഗിൻ. ജെൻഡു പെൻഗിൻ. ജെൻഡു പെൻഗിൻ്റെ പ്രത്യേകത എന്താണ്? ദി ഫാസ്റ്റസ്റ്റ് സ്വിമ്മിങ് ബേർഡ്. ദി ഫാസ്റ്റസ്റ്റ് സ്വിമ്മിങ് ബേർഡ് ഈസ് ജെൻഡു പെൻഗിൻ. എന്താണ്? പെൻഗിൻ കടൽ ജീവികളാണ് അല്ലേ. പെൻഗിൻ ഒരു ദിനം ആഘോഷിക്കുന്നത് നമ്മൾ ഏപ്രിൽ 25. ഏപ്രിൽ 25 പെൻഗിൻ ദിനം. പെൻഗിൻ കടൽ ജീവികളാണ് അല്ലേ. അന്റാർട്ടിക്ക പ്രദേശത്ത് ഏറ്റവും കൂടുതലായി കാണും അല്ലേ. സാധാരണ ഭക്ഷണം മത്സ്യം തന്നെ അല്ലേ. കൊഞ്ച്, മത്സ്യം, ഇതൊക്കെയാണ് പെൻഗിൻ്റെ ഭക്ഷണം. പിന്നെ വെള്ളത്തിൽ കിടക്കാനുള്ള വെള്ളത്തിൽ കിടക്കാനായിട്ട് അറിയില്ലേ. 535 മീറ്റർ താഴ്ച വരെ പോയിട്ട് 18 മിനിറ്റ് വെള്ളത്തിൻ്റെ അടിയിൽ കഴിയാൻ സാധിക്കും ഇതിന്. 535 മീറ്റർ വരെ താഴ്ചയിലേക്ക് കൂടിയിട്ട് പോകാൻ പറ്റും. ഇത് 18 മിനിറ്റോളം വെള്ളത്തിനടിയിൽ കഴിയാനുള്ള കഴിവുണ്ട് ആർക്ക്? പെൻഗിന്. പിന്നെ വെള്ളപ്പാട് ഓറഞ്ച് കലർന്ന ചുണ്ട്. വെള്ള കളറ് ഓറഞ്ച് കലർന്ന കളറാണ്. പ്രായപൂർത്തിയായൊരു പെൻഗിന് 50 മുതൽ 90 സെൻറ്റിമീറ്റർ വരെ 50 മുതൽ 90 സെൻറ്റിമീറ്റർ വരെ ഉയരമുണ്ടാവും. അപ്പോൾ എന്താണ് സ്പെഷ്യാലിറ്റി? ജെൻഡു പെൻഗിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്? ദി ഫാസ്റ്റസ്റ്റ് സ്വിമ്മിങ് ബേർഡ് അല്ലേ. പറക്കാൻ കഴിയുമോ? ഇല്ല, ഫ്ലൈറ്റ്ലെസ് ബേർഡാണ് അല്ലേ. പറക്കാൻ കഴിയില്ല, പക്ഷേ നന്നായിട്ട് നീന്താനായിട്ട് കഴിയും. ദി ഫാസ്റ്റസ്റ്റ് സ്വിമ്മിങ് ബേർഡ് ഈസ് പെൻഗിൻ അല്ലേ. മഞ്ഞുപ്രദേശങ്ങളിലാണ് കാണുക അല്ലേ. മഞ്ഞുപ്രദേശം കാണുമ്പോൾ കണ്ടോ ശരീരം എന്ത് കട്ടിയാണ് അല്ലേ. അപ്പോൾ ദി ഫാസ്റ്റസ്റ്റ് സ്വിമ്മിങ് ബേർഡാണ്. ബട്ട് ഫ്ലൈറ്റ്ലെസ് ബേർഡാണ്, പറക്കാനായിട്ട് കഴിയില്ല. വാട്ട് ഈസ് ദാറ്റ് പിക്ചർ? ഈസ് ദീസ്? യെസ്, വെയിൽ ഷാർക്ക്. ഇതാണ് വെയിൽ ഷാർക്ക്. What's the specialty of whale shark? Whale shark is the biggest fish. What is the specialty? Whale shark is the biggest fish. ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യമാണ് ഇത് വെയിൽ ഷാർക്ക് അല്ലേ. തിമിംഗല സ്രാവ്. ഇന്ത്യയിൽ കേരളത്തിൽ ഗുജറാത്ത് തീരല്ലേ, അവിടെയൊക്കെ കിട്ടുന്ന പറയുന്നത് വെയിൽ ഷാർക്ക്. പരമാവധി 30 ടൺ ഭാരവും 40 അടി നീളവുമുള്ള ഇതുണ്ട്, വെയിൽ ഷാർക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. വെച്ചുകൊണ്ട് തിമിംഗല സ്രാവ് ഭക്ഷ്യയോഗ്യമല്ല. നമ്മൾ മറ്റ് ഫിഷ് കഴിക്കുന്നത് പോലെ തിമിംഗല സ്രാവിനെ കഴിക്കില്ല, വെയിൽ ഷാർക്കിനെ കഴിക്കില്ല. എന്തിനും ഉപയോഗിക്കും? സൂപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ് പറയുന്നത്. ഇതിൽ ഇതിൻ്റെ ചിറകും വാലൊക്കെ ചേർത്ത് സൂപ്പ് ഉണ്ടാക്കുന്നതാണ് പറയുന്നത്. ചൈന, ദക്ഷിണേന്ത്യ തുടങ്ങിയ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലാണ് ഇത് കാണാനായിട്ട്. ഇവയെ വേട്ടയാടപ്പെടുന്നുണ്ടെന്നാണ് പറയുന്നത്. വെയിൽ ഷാർക്ക് വേട്ട, ഷാർക്ക് വേട്ട ഭൂമധ്യരേഖ പ്രദേശം കൂടുതലും കാണുക.
ഇത് സൂപ്പ് ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്ന പഴൻ്റെ ചിറകും വാലും ഇതൊക്കെ സൂപ്പ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുക. അതുകൊണ്ട് ഇതിന് വേട്ടയാടപ്പെടുന്നുണ്ടെന്ന് പറയുന്നു. കേരളത്തിലാണെങ്കിൽ ഗുജറാത്തിൻ്റെ തീരത്തൊക്കെ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യം ഇത് എന്താണ് സ്പെഷ്യാലിറ്റി? ദി ബിഗ്ഗസ്റ്റ് ഫിഷ്. വെയിൽ ഷാർക്ക് ഈസ് ദ ബിഗ്ഗസ്റ്റ് ഫിഷ്. ഓക്കെ, ഇറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ഫിഷ്. വെയിൽ ഷാർക്ക് അല്ലേ, വെയിൽ ഷാർക്കാണ്. വാട്ട് പിക്ചർ ഈസ് ദീസ്? ദിസ് ഈസ് സാൾട്ട് വാട്ടർ ക്രൊക്കോഡൈൽ. സാൾട്ട് വാട്ടർ ക്രൊക്കോഡൈൽ അല്ലേ, ഉരവർഗത്തിലെ പെട്ട ശീതരക്തമുള്ള ജീവിയാണ് ക്രൊക്കോഡൈൽ. ഉപ്പുവെള്ളം മുതലാന്ന് പറയും സാൾട്ട് വാട്ടർ ക്രൊക്കോഡൈൽ എന്ന് പറയും. വെള്ളത്തിലാണെങ്കിലും കരയിലാണെങ്കിലും കരയിൽ വന്നാണ് ഇവ മുട്ടയിടുക. ഇവിടെ ശൽക്കങ്ങളോ വളരെ കട്ടിയുള്ളതാണ്. വീട്ടിലെ തോല് കണ്ടിട്ടില്ലേ നിങ്ങൾ കണ്ടില്ലേ? ക്രൊക്കോഡൈലിനെ കണ്ടില്ലേ? നല്ല കട്ടിയുള്ള തോലാണ്, ശൽക്കങ്ങളാണ് ഇവയ്ക്ക്. അന്തരീക്ഷ താപനിലയ്ക്ക് അനുസരിച്ച് ശരീര താപനില മാറുന്നില്ല. ശൽക്കങ്ങൾ വളരെ കടുപ്പമുള്ളവയാണ്. അന്തരീക്ഷ താപനില അനുസരിച്ച് ശരീരത്തിൻ്റെ താപനിലയും മാറ്റാനുള്ള കഴിവ് ഉണ്ട്. അതിനാണ് സാൾട്ട് വാട്ടർ ക്രൊക്കോഡൈൽ. സ്പെഷ്യാലിറ്റി എന്താണ്? ദി ലാർജസ്റ്റ് റെപ്റ്റൈൽ. എന്താണ് സ്പെഷ്യാലിറ്റി? വളരെ സ്പെഷ്യാലിറ്റി ദി ലാർജസ്റ്റ് റെപ്റ്റൈൽ. ഇസ് ദ ലാർജസ്റ്റ് റെപ്റ്റൈൽ. ഏറ്റവും വലിയ ഉരക ജീവിയിലെ ഉരകവർഗത്തിലെ ഏറ്റവും ശീതരക്തമുള്ള ഏറ്റവും വലിയ ജീവി ഏതാണ്? സാൾട്ട് വാട്ടർ ക്രൊക്കോഡൈൽ. മനസ്സിലായോ? ഇപ്പം എന്തൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്? ദി ഫാസ്റ്റസ്റ്റ് അനിമൽ. എന്താണ്? ചീറ്റ ഈസ് ദി ഫാസ്റ്റസ്റ്റ് അനിമൽ അല്ലേ. പെരിഗ്രീൻ ഫാൽക്കൺ ഈസ് ദി ഫാസ്റ്റസ്റ്റ് flying bird. Bee hummingbird is the smallest bird. The smallest bird is bee hummingbird. Ostrich is the largest bird. Okay, ostrich is the largest bird. The largest bird is ostrich. Firefly is the smallest insect. എന്താണ്? Firefly is the smallest insect. Blue whale is the largest animal on earth. The largest animal on earth is blue whale. The tallest animal on land is giraffe. Giraffe is the tallest animal on land. Gentoo penguin. Gentoo penguin is the fastest swimming bird. The fastest swimming bird is Gentoo penguin. Whale shark is the biggest fish. The biggest fish is whale shark. The largest reptile is saltwater crocodile. Saltwater crocodile is the largest reptile. These are the animal superlatives. Can you understand? I hope all of you understand this lesson. Then now we shall wind up the class. Then study well page number 140, animal superlatives. Then wind up our class. See you next class. Study well. Take care. Okay, bye.